എല്ലാ ഷർത്തും ഫർളും അതൊക്കെ പാലിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് അമലാണ് കുറവുകൾ കുറേ ഉള്ള അമലുകളേക്കാൾ അള്ളാഹ്ക്കിഷ്ടം. അതാണ് വേണ്ടത്. മൊത്തമായും ചില്ലറയായും 20 മിനിറ്റ് കൊണ്ട് വിത്തറടക്കം തീർത്തു കൊടുക്കുന്ന ഇമാമുമാരെ തറാവീഹിന് പിന്തുടരാൻ നമ്മൾ പോകുന്നത് നമ്മൾ തന്നെ പേടിക്കണം. ചില ആൾ വിളിച്ചു ചോദിക്കുക, അവിടെ എത്ര മണിക്ക് തറാവി തീരുക? 9:13. ഞാൻ ഇല്ല മോനെ, അതെ ഇവിടെ 9:10 തീരുന്നുണ്ട്. ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ ഈ തറാവീഹൊക്കെ നിസ്കരിക്കുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും റമളാനിൽ ഇബ്ലീസിനെ കെട്ടിയിടുന്നില്ലേന്ന്. ഇബ്ലീസിന് തന്നെ കുറേ വിഭാഗം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലെ മറദത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെയാണ് കെട്ടിയിടുന്നത്. ബാക്കിയുള്ള ഒരു വർക്കൗട്ടാണ്, പണിയെടുക്കും. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും വൽ മുറാദു ബി ഖിയാമി റമളാൻ സ്വലാത്തു തറാവീഹ് വത്തഫഖൽ ഉലമാഉ അല ഇസ്തിഹ്ബാബിഹാ. ഫത്തുൽ ബാരിയിൽ കാണാം. ഇവിടെ തറാവീഹാണ് അത് ഒരു താല്പര്യം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും ഈമാനോടെ വഹ്തിസാബൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊതിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അയാളുടെ എല്ലാ തെറ്റും അള്ളാഹ് പുറത്തു കൊടുക്കും. കാര്യമായിട്ട് ഇബ്ലീസ് നമ്മളെ കൊണ്ട് തെറ്റൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആ തെറ്റ് പൊറുക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ തറാവീഹ് മുടക്കാൻ നോക്കും. ഇല്ല എന്ന് കണ്ടാൽ കുറച്ചുറങ്ങിയിട്ട് ഒന്ന് റാഹത്തായി, ഇഫ്താറിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, 12 മണിക്കാകുമ്പോൾ റാഹത്തോടെ അങ്ങനെയല്ലേ നിസ്കരിച്ചാലും അത് നോക്കും. അന്നേരം നമുക്ക് തോന്നും അത് ആയാലും എന്തായാലും വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കലൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടാൽ ഏതായാലും ഏറ്റവും സ്പീഡുള്ള പള്ളി ഏതാണ് എന്ന് നോക്കിയിട്ട് പോകും. ഇതാണ് മൂന്നാമത്തെ കാര്യം. തറാവീഹിനെ സ്പീഡാക്കുക, ഇബാദത്തിനെ സ്പീഡാക്കുക. അതൊരു ചതിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അന്നേരം നമ്മൾ കരുതണം, ഈ ഇബാദത്ത് ശരിക്കും ആലോചിച്ച് നോക്കി. അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്ക് 3 സെക്കൻഡ് തല വെക്കാൻ സമയമില്ല. അള്ളാഹ് തന്ന തല 3 തസ്ബീഹ് എല്ലാം സമയമില്ല. 3 റുക്കൂയിൽ 3 തസ്ബീഹ് എല്ലാം സമയമില്ല. സുജൂദിൽ സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മളെ കൊള്ളുക? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവൊക്കെ തറാവീഹ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് 10 ജുസ് ഖുർആൻ ഓതും. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണം എന്നല്ല വിചാരിക്കണത്. സ്വഹാബത്തിൻ്റെ തറാവീഹിനെ കുറിച്ച് കിതാബിൽ കാണാം. ദീർഘമായി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ വൈഫിനോട് വിളിച്ചു പറയും, അത്താഴം എടുത്തു വെക്കട്ടോ, സുബി ഇപ്പം വാങ്ങിക്കൊടുക്കുന്നു. അത്രയും ലോങ് ആയിരുന്നു അവരുടെ തറാവീഹുകൾ. അത് നമുക്ക് കഴിയൂല. പക്ഷെ ആ തറാവീഹ് നമുക്ക് ആഖിറത്തിൽ കിട്ടണം. ചിത്താരി ഉസ്താദ് ഒരിക്കൽ ഈ ഹദീസ് ദർസ് നടത്തുമ്പോൾ പറഞ്ഞെന്ന് ഓർമ്മയുണ്ട്. ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. എന്തിനാണ് ഇവിടെ വഹ്തിസാബൻ എന്ന് പറയണത്? കൂലി ആഗ്രഹിച്ചിട്ട്, ഏത് കാര്യം അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട് ചെയ്യണമെന്നാണല്ലോ. പിന്നെന്തിനാണ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നത്? അതിന് ഉസ്താദ് ഒരു കിതാബ് ഉദ്ധരിച്ച് പറഞ്ഞത്, പൊതുവിൽ ഏതൊക്കെ കാര്യത്തിൽ വഹ്തിസാബൻ കൂലി ആഗ്രഹിച്ചെന്ന് പ്രത്യേകം ഹദീസിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ അതിന് എന്തെങ്കിലും ഒരു താല്പര്യം ഇല്ലാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയൂല. പ്രധാന താല്പര്യം ഉസ്താദ് പറഞ്ഞത്, പ്രധാന താല്പര്യം ഞാൻ കിതാബിൽ കണ്ടിട്ടൊന്നുമില്ല, ഉസ്താദ് കണ്ടത് തന്നെ നമുക്ക് ധാരാളമാണ്. ഉസ്താദ് കാണട്ടെ കാണാതിരിക്കട്ടെ, ഉസ്താദ് പറഞ്ഞത് ബുഖാരിയുടെ ഒരു വ്യാഖ്യാനം ഉദ്ധരിച്ചിട്ടായിരുന്നു. ഇവിടെ ആ വ്യാഖ്യാനം ഇല്ല. പിന്നെ നമ്മളുടെ പൊതുവിൽ ഉപയോഗിക്കുന്ന വ്യാഖ്യാനമല്ല. ഉസ്താദ് ഉത്തരേന്ത്യയിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് കണ്ട ഒരു ഇബാറത്തായിരുന്നു ഉദ്ധരിച്ചത്. അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നത്, ഈ പ്രയോഗം നടത്തുന്ന മിക്ക സ്ഥലങ്ങളും പൊതുവിൽ ആൾക്കാരെല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന കർമ്മമായിരിക്കും. ഉദാഹരണത്തിന് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും റമളാനിൽ നോമ്പ് വറ്റാൽ, റമളാനിൽ നോമ്പ് എടുക്കാണ്ടെന്നാൽ മഹാബോറാണ്. ഭാര്യ വീട്ടുകാർ പറഞ്ഞാൽ പിന്നെ ബോറിൻ്റെ ബോറാന്ന്. സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മ എന്തായാലും വിടുകയും ചെയ്യില്ല, തെരുവിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒട്ട് കഴിയുകയും ചെയ്യില്ല. അപ്പം പിന്നെ നോമ്പെടുക്കൽ നിർബന്ധമല്ലേ, അങ്ങനെ നോമ്പെടുത്തിട്ട് കാര്യമില്ല, അതാണ് പറയുന്നത്. ഇതേപോലെ തന്നെ തറാവീഹ് ബസ് ഷെൽട്ടറിൽ ഇരിക്കാൻ കഴിയില്ല, ഭാര്യ വീട്ടിലിരുന്ന കളിയാക്കും. കണ്ണൂർ ജില്ല ജാഗ്രത അല്ലേ, ഉറപ്പല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മ എന്തായാലും ചൂടാവും. അപ്പം പിന്നെ തറാവീഹ് പോക്കല്ലാതെ നിവൃത്തിയില്ല അല്ലേ. അങ്ങനെ പോയിട്ട് കാര്യമില്ല, അങ്ങനെ നോമ്പെടുത്തിട്ട്. ഈ പ്രയോഗം വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒരാളുടെ ഭർത്താവ് മരിച്ചു, മക്കളൊക്കെ നോക്കാൻ വേണ്ടി അള്ളാൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട്, വേണ്ട ഇനിയൊരു കല്യാണമൊന്നും വേണ്ട, എൻ്റെ മക്കളും കൂടി ഞാനും കൂടി ഇല്ലാണ്ടാവണ്ട എന്ന് കരുതിയിട്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് വേറൊന്നും കല്യാണമൊന്നും വേണ്ട എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ അതെന്തിനാ അവിടെ പറയുന്നത്? ഉസ്താദെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, ഏതായാലും 4 മക്കളായി, എനിക്കാരും കിട്ടുകയും ചെയ്യില്ല. അങ്ങനല്ല.
സാഹചര്യം മുഴുവനും ഈ ഇബാദത്ത് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആ ഇബാദത്ത് ചെയ്യുന്നു എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യേണ്ടതില്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതാണ് തറാവീഹ്. അതാണ് മൻ ഖാമ റമദാന മൻ സ്വാമ റമദാന മൻ ഖാമ ലൈലത്തുൽ ഖദരി എന്ന് പറയുന്നതിൻ്റെ ഒക്കെ താല്പര്യം. വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഒരു ഇബാദത്ത് മുടക്കാൻ ശ്രമിക്കും, ഡിലേ ആക്കാൻ ശ്രമിക്കും, സ്പീഡാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കളയാൻ ശ്രമിക്കും. ഇത് മൂന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇബ്ലീസ് ഇബാദത്ത് ഏതായാലും ചെയ്യുമല്ലോ മനുഷ്യൻ. അപ്പോൾ ഇബ്ലീസ് ശ്രമിക്കുന്നത് അവൻ്റെ മനസ്സിൽ റിയാ ഇട്ട് കൊടുക്കും. ഇബാദത്ത് ഏതായാലും ചെയ്യും, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിയാ ഇട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഖുർആനിൽ ഫഇദാ ഖറഅതൽ ഖുർആന, ശരിക്കും ആ പദത്തിൻ്റെ നേരെ അർത്ഥം ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലണമെന്നാണ്. അതിനൊരു തഫ്സീർ ഉണ്ടല്ലോ. എന്തിനാ ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് അഊദു ഇല്ലെന്ന്? ഓതിക്കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ടാവും, അൽഹംദുലില്ലാഹ് ഈ റമദാനിൽ ഖത്തം തീർത്ത്. ആ വിചാരം വരാതിരിക്കാനാണ് ഫഇദാ ഖറഅതൽ ഖുർആന എന്ന് പറഞ്ഞതെന്ന് മുഫസ്സിറുകളിൽ ചിലർ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ താല്പര്യം ഫഇദാ അറദ്ത അൻ തഖറഅൽ ഖുർആന എന്നുള്ളതാണ്. എന്നാലും ഏത് ഇബാദത്ത് ചെയ്താലും അതിന് ശേഷം ഒരു റിയാ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കും. അതുകൊണ്ടാണ് ചിലർ ഫോണ് എടുത്തിട്ട് അല്ലാഹ് മിസ് കോൾ ഉണ്ടല്ലോ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. അബീബേ ഞാനേ നിങ്ങൾ നേരത്തെ വിളിക്കുമ്പോൾ ഖുർആൻ ഓതുകയായിരുന്നു. അത് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല, ഒരാവശ്യമില്ല. എന്തിനാ ഇപ്പം അത് പറഞ്ഞത്? അത് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ കാര്യം? എന്താ അതിന് കാര്യം എന്താ? പിന്നെ വോയിസ് വയ്ക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടൊക്കെ അല്ലേ കഴിഞ്ഞ റമദാനിൽ 8 ഖത്മ് തീർക്കും, ഈ പ്രാവശ്യം 6 ആയിട്ടുള്ളൂ. 8ഉം 6ഉം എത്രയും കണക്കൂട്ടാൻ അറിയില്ലേ? പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? എന്താ അതിനെ കൊണ്ട് കാര്യം? റിയാ ഇട്ട് എനിക്ക് ഉസ്താദിൻ്റെ അന്നത്തെ പ്രസംഗം കേട്ടതിന് ശേഷം റിയാ ഇല്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെയും അമല് പോയി, കേട്ടാളിയും പോയി എന്നർത്ഥം. റിയാ ഇല്ല എന്ന് തോന്നൽ ഒരു റിയാ ആണ്. ഞാനെപ്പോഴും റിയായിൻ്റെ ആളാണോ എന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ഞാൻ റിയായിൻ്റെ ആളാണോ എന്ന് പേടിക്കണം എന്നാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലൊക്കെ പുകഴ്ത്തിയാൽ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് കരയും. റിസാലത്തുൽ ഖുശൈരിയിൽ കാണാം. എന്തിനാ കരയണത്? അള്ളാഹിനോട് പറയും, എൻ്റെ ഉള്ളറിയാത്തതുകൊണ്ട് അവരെന്നെ പുകഴ്ത്തുന്നത്, എൻ്റെ ഉള്ളു നിനക്ക് ശരിക്കറിയാം, അവർ പുകഴ്ത്തിയ കൊണ്ടൊന്ന് എന്നെ പിടിച്ച് ശിക്ഷിച്ചേക്കല്ലേ എന്ന്. സിദ്ദീഖ് അങ്ങക്ക് അങ്ങനെ ഉള്ളും പുറവും വേറെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യൻ ഈ ലോകത്താരെ ഉള്ളത്? സിദ്ദീഖ് തങ്ങൾ പോലും പേടിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് മുനാഫിക്കാണോ ഞാൻ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മുനാഫിക്കിങ്ങളുടെ ലിസ്റ്റ് നോക്കാൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ ലിസ്റ്റിലൊന്നും നിങ്ങളെ പേരില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഹദ്ദിദിൻ നളർ, ശരിക്കും നോക്കുമോ ഞാൻ ഉണ്ടെങ്കിലോ എന്ന്. എപ്പാ പറയുന്നത്? വഫാത്തിൻ്റെ തൊട്ടു മുമ്പ് സുബഹി നിസ്കാരത്തിൽ കുത്തേറ്റിട്ട് കൊടുക്കുന്ന പാലൊക്കെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ അടക്കി പിടിച്ചിട്ടാണ് ചോദിക്കണത്, ഞാൻ മുനാഫിക്കാണോ നോക്കുമോനെ. നമുക്ക് പേടി വേണം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം. ഞാൻ ഫോട്ടോൻ്റെ ആളാവുന്നുണ്ടോ? ഞാൻ ആൾക്കാരുടെ പുകഴ്ത്തൽ കിട്ടാൻ വേണ്ടിയാണോ ഈ കളിയൊക്കെ കളിക്കണത് എന്നൊരു പേടി നമുക്കെപ്പോഴും ഉണ്ടാവണം. ഏത് അമലും പൊളിക്കുക എന്നല്ലാതെ ഇബ്ലീസിന് വേറെ ഒറ്റ താല്പര്യമില്ല. ഇബ്ലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചതിയുടെ പ്രയോഗം തന്നെ കളവ് പറയലാണ്. കളവ് പറയും. ഇബ്ലീസിൻ്റെ മെയിൻ ആയുധം കളവ് പറയലാണ്. ഈ കളവ് പറയൽ അവസാനിക്കൽ പരലോകത്തെത്തിയാൽ മാത്രമാണ്. പരലോകത്തെത്തിയാൽ ഇബ്ലീസ് കളവ് പറയൽ നിർത്താൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇബ്ലീസിനെ പിഴപ്പിക്കാനുള്ള ചാർജ് ഇന്ധനം കഴിഞ്ഞ്, അത് മൂപ്പരുടെ മരണം വരെയുള്ളൂ, അത് കഴിഞ്ഞ് ഇനി ചാർജില്ല. രണ്ടാമത്തത്, ഇനി പഴപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, റിസൾട്ട് വന്നല്ലോ, ഇനി മാറി റിസൾട്ട് വരില്ല. റിസൾട്ട് വന്നു, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഗീർ. ഇനി ആരും പ്രത്യേകിച്ച് പഴപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാണ് കാര്യം. കളവ് പറഞ്ഞ് പറ്റിക്കും ഇബ്ലീസ്, എങ്ങനെയെങ്കിലും കളവ് പറഞ്ഞ് പറ്റിക്കും. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വർഗത്തുനിന്ന് പഴം പറിച്ച് നിന്നാൻ വേണ്ടി ഇബ്ലീസ് പ്രയോഗിച്ച പ്രയോഗം എന്താ? ഞാനൊരു നാസിഹായതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈർ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം പറയണതാണ്, എനിക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും താല്പര്യമില്ല. കണ്ടങ്ങൾ ആദം നബിയോട് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ചങ്ങായി പ്രയോഗിച്ച ടേം തന്നെ ഞാൻ നാസിഹാണെന്നാണ്, ഞാൻ നിങ്ങൾക്ക് ഗുണം ആഗ്രഹിച്ച് പറയുന്നതാണ്.
സ്വർഗത്തുനിന്ന് ഇബ്ലീസിനെ പിടിച്ച് പുറത്താക്കിയ സമയത്ത് അള്ളാഹിനോട് എന്താ ചങ്ങായി പറഞ്ഞത്? ലാ ഉഗ്വിയന്നഹും, ഞാൻ പിഴപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ പിഴപ്പിച്ചിരിക്കും. വലതും ഇടതും ബേക്കിലും മുമ്പിലൊക്കെ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാവുന്നു. ഇങ്ങനെ പറഞ്ഞ ഇബ്ലീസിൻ്റെ ചതിയിൽ നിന്ന് ഒരു ബുദ്ധിമാനും ഒഴിവാവൂല. അയാൾ എപ്പോഴും ബുദ്ധിമാനാണെങ്കിൽ ജാഗ്രത ഉണ്ടാകുമെന്ന് ഇൽഹാറു സിദ്ഖി വൽ മവദ്ദ ഫീ ശർഹി ഖസീദത്തിൽ ബുർദയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇബ്ലീസ് പിന്നെ ചതിക്കുന്ന ഒരു ചതി, ഈ റിയാവും ഇല്ല എന്ന് കണ്ടാൽ എങ്ങനെയെങ്കിലും അത് ചതിക്കണം എന്ന് കണ്ട് 4 പ്രയോഗങ്ങൾ നടത്തിയിട്ട് ഇല്ലെങ്കിൽ ഒരു അർദ്ധയുക്തിവാദത്തിലേക്ക് ഇബ്ലീസ് എത്തിക്കും. ഒരു അർദ്ധയുക്തിവാദത്തിലേക്ക്. അതെങ്ങനെ? കുറേ എത്തിസത്തിൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് ഇത് വേഗം ഉണ്ടാവും. അതെങ്ങനെ എത്തിക്കുക? മൂപ്പർക്ക് ഇബ്ലീസ് തോന്നിപ്പിക്കും, ഞാൻ ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. സ്വർഗത്തിലാണെങ്കിൽ ഇത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നരകത്തിലാണ് എൻ്റെ സീറ്റ് ഉറപ്പായതെങ്കിൽ ഈ ഇബാദത്തുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു അർദ്ധയുക്തിവാദത്തിലേക്ക് പതിയെ എത്തിക്കും. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളോട് അമല് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞു, അത് ചെയ്യാത്ര തന്നെ. സ്വർഗമാണോ നരകമാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹിൻ്റെ പണിയും നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല, അള്ളാഹ് എടുത്തോളൂ. അങ്ങനെ ചില ആൾ അള്ളാഹിൻ്റെ പണിയും മലക്കള പണിയെല്ലാം ഇപ്പോൾ അടുത്ത് ചില ആൾ എടുക്കും. സ്വലാത്ത് റൗദയിൽ എത്തിക്കേണ്ട പണിയെല്ലാം ചില ആൾ ഏറ്റെടുത്തിട്ട് കാണാം. അത് മലക്കൾ നേരത്തെ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. ഓരെത്തിച്ചോളൂ. ആശിക്കീങ്ങളെ സ്വലാത്തുമായി ഞാൻ മദീനയിലെത്തിയെന്ന് സ്റ്റാറ്റസ് എടുത്താണ് ചിലർ. വൃത്തികേട് കളിക്കരുത്, ആരെയും കാണിക്കാൻ ഒന്നും ചെയ്യരുത്. ശരിക്കും മദീനയിലെത്തിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി, നാണക്കേട്, ഇത് രണ്ടുമാണ് ഉണ്ടാവേണ്ടതെന്ന് ഇമാം ഷാറാനി റഹ്ലാൻ്റെ ബഹജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖിൽ കാണാം. ശരിക്കും റൗള ഷെരീഫിൻ്റെ അടുത്തെത്തിയാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയും നാണക്കേടും വേണം. എന്താ വേണ്ടത്? മെയിനായിട്ട് ഞാൻ ഈ മദീനയിൽ നിൽക്കാൻ അർഹനല്ലല്ല റബ്ബേ എന്ന പേടി വേണം. തങ്ങൾ റൗളയിൽ നിന്ന് തങ്ങളെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കൽ തന്നെ അതപേടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹാൻ്റെ ചോദ്യം ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഫമഹ്മൂലുൻ, നീ അതിനെക്കുറിച്ച് വായിക്കേണ്ടത് ഏത് കണ്ണട വെച്ചിട്ടാണെന്നറിയോ? ഷെറാനിമ പറയാം. എന്താ വായിക്കേണ്ടതെന്നറിയോ? അഹ്മദ് മോന് റൗളയിൽ എന്നെ കാണാൻ വരുന്നുണ്ടല്ലേ, വന്നാൽ എൻ്റെ കൈ ചോദിക്കണമെന്ന് അവിടുന്ന് പെർമിഷൻ കൊടുത്തവരാണ് ചോദിച്ചത്. നമ്മളെ പോലത്തെ ടീം എന്തിനാ അവിടെ പോയിട്ട് എന്തെങ്കിലും കളിക്കണത്? നമ്മളാരാ? 2 പാട്ട് പാടുമ്പോഴേക്ക് നമ്മൾ ആരെങ്കിലും ആവൂ? നമുക്ക് മദീനയിൽ നിൽക്കാൻ അർഹത ഉണ്ടോ? മദീന നാടിൻ്റെ പവർ എത്ര? ഞാൻ മദീനയിലാണ് ഉള്ളത്, നിനക്കെതിരെ ഞാൻ ദ്വാരക്കും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തങ്ങൾ കാര്യമായിട്ട് മദീനയിൽ ജീവിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നത് ആർക്കും എതിരെ ദ്വാരക്കരുത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ മാർക്കറ്റിങ്ങിന് മദീനയും ഇഷ്കും മഹബത്തൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ വേറെന്തെങ്കിലും ഒരു താല്പര്യത്തിലാണോ ഉപയോഗിക്കുന്നത് എന്ന പേടി വേണം. വിശേഷിച്ച് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ചെയ്താൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഖൽബ് മരിച്ചു പോകുമെന്ന് ഇമാം ഷെഹറാനി റഹിമഹുല്ല തന്നെ തൻ്റെ തബ്ബീഹുൽ മുഅ്തരിയിൽ പറയുന്നുണ്ട്. ഒരു ദുരുദ്ദേശം നമുക്ക് അമലുകളിൽ ഉണ്ടാവരുത്. നിങ്ങളെന്താ അവരുടെ മയ്യത്തുസ്കാരത്തിന് വരാതിരുന്നത് എന്ന് വെച്ചപ്പോൾ സൂഫിയാക്കൾ പറയും, എനിക്കെന്തോ ഒരു ഖൽബൊന്നും നന്നായി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് പങ്കെടുക്കാതിരുന്നത്. അവരത്രയും ശുദ്ധമായ ഹൃദയം, അവരങ്ങനെ. ഈ ഇബ്ലീസിൻ്റെ ചതികളിൽ നമ്മൾ പഠിച്ചാൽ അടുത്ത പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയുണ്ട്. എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാനല്ല. അതെന്താ? ഇബ്ലീസ് നമ്മളിലേക്ക് കടന്നു വരുന്ന ഡോറുകളുണ്ട്, അതും ക്ലോസ് ചെയ്യണം. അത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ തന്നെ ഉണ്ട്. മദാഖിൽ ഷൈത്താൻ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ടല്ലോ. അത് വിശദമായി പറയല്ല, അതിനൊന്ന് സോർട്ട് ചെയ്ത് പറയാം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കോട്ട പോലെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇബ്ലീസും അനുയായികളുടെ പേര് ഷയാത്വീൻ, ഉപ്പാപ്പയുടെ പേര് ഇബ്ലീസ്. ഇവർ എങ്ങനെയെങ്കിലും തക്കം പാർത്തിരുന്ന് കയറാൻ നോക്കും. ഒരു ചെറിയ ലൂപ്പ് ഹോൾ കണ്ടാൽ, ഒരു ഗ്യാപ്പ് കണ്ടാൽ കയറും. കമാൻഡർ സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കണ പോലെ കയറും. ഏതാണ് ഈ ഇബ്ലീസിൻ്റെ കവാടം? ഒന്നാമത്തത് അൽ ഗളബു, ദേഷ്യപ്പെടലാണ്.
ഒരാൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇബ്ലീസ് ഉടനെ തന്നെ അനുയായികളെയും കൂട്ടിയിട്ട് അയാളുടെ കൽബിലേക്ക് കയറി പിന്നെ ഗ്ലാസ് എറിയലായി, പ്ലേറ്റ് പൊട്ടിക്കലായി, ഭാര്യനെ തൊലാക്കലായി, സംഘടനാ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കലായി. കണ്ടോ, അതൊക്കെ അതിൻ്റെ പാർട്ടാണ്. എന്തെല്ലാം ഇയാൾ ചെയ്യുന്നത് ഇയാൾക്ക് എന്നെ തിരിയൂല. അതിന് ഗസാലി ഇമാം ഇഹിയിൽ അടിപൊളി ഉദാഹരണം പറയുന്നുണ്ട്. എന്താ ഉദാഹരണം എന്നറിയോ? ഒരു കുട്ടീൻ്റെ കയ്യിൽ ഒരു ബോള് കിട്ടുന്ന പോലെയാണ്. ബോള് കുട്ടി മുകളിലേക്ക് എറിഞ്ഞാൽ കുട്ടീൻ്റെ കയ്യിലേക്ക് തന്നെ വരും, താഴേക്ക് എറിഞ്ഞാലും വരും, ഈ ചുമരിലേക്ക് എറിഞ്ഞാലും ബോൾ ഇങ്ങോട്ട് തന്നെ വരും. ബോൾ പറയാണ് എന്നെ ചുമരിനെ തട്ടിച്ചിട്ട് എനിക്ക് വേദനയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബോളിൻ്റെ മുഴുവൻ നിയന്ത്രണവും കുട്ടിക്കാണ്. എന്ന പോലെ ഇയാളുടെ മുഴുവൻ നിയന്ത്രണവും ഇബ്ലീസിനായിരിക്കും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ. ചില ആളൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇത് വലിയ ഉസ്താദ്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നീ എന്താ ദേഷ്യം പിടിക്കുന്നു? അതിന് മുമ്പ് ആയത്തും ഹദീസൊക്കെ ഓതുന്ന പോലെ തെളിവ് പറയും, ഞാൻ അങ്ങനെയാണെന്ന്. ഞാൻ അങ്ങനെ അന്നങ്ങനെ എൻ്റെ ഉപ്പയും അങ്ങനെ തന്നെയാണെന്ന് രണ്ടാമത്തെ തെളിവ്. പിന്നെ മരിച്ചുപോയി ഉപ്പാപ്പനെ വിടൂല, ഉപ്പാപ്പ അങ്ങനെയാണെന്ന് ഉമ്മ അധികം പറയാറുണ്ട്. 3 പൊട്ടത്തരം അഭിമാനാക്കരുത് കേട്ടോ, ദേഷ്യപ്പെടരുത്. ചില ആൾ ഇഫ്താറിൻ്റെ ഘട്ടത്തിൽ ലൈമിന് തണുപ്പില്ലെങ്കിലും ഭാര്യനോട് ചൂടാവും. എന്തിനെയാണ് നോമ്പ് വെച്ചത്? എന്താ അതിൻ്റെ താല്പര്യം? വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യത്തെ അടക്കി പിടിക്കണം. തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും സീനിയറായ ലീഡറാണ് മൂസ എന്ന് പറയുന്ന മഹാൻ. അവരാരോടും ദേഷ്യം പിടിക്കാത്തതുകൊണ്ടാണ് മൂസൽ കാലിം എന്ന് പേര് വന്നതെന്ന് റളിയല്ലാഹു അൻഹു അൽ ബിദായത്തു വൻ നിഹായയിൽ കാണാം. ആരോടും ദേഷ്യം പിടിക്കില്ല അവർ. നമ്മൾ അങ്ങനെയാവേണ്ടത്, ആരോടും ദേഷ്യപ്പെടരുത്. 4-5 തവണ ഒരാളെ ഫോൺ വിളിച്ചു, കിട്ടിയിട്ടില്ല. അപ്പോൾ 6ാമത് വോയിസ് അയക്കുമ്പോൾ ഹബീബി ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചിരുന്നു, തിരക്കിലായിരിക്കും, അറിഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാതിരിക്കൂല എന്നറിയാം, ഒന്ന് മിസ് കോള് കണ്ടാൽ തിരിച്ചു വിളിക്കണേ. എന്ത് രസമുണ്ട്. ഇതിനാണ് നമ്മൾ നോമ്പൊക്കെ എടുക്കുന്നത്, നമ്മളെ ഒന്ന് ഉടച്ച് വാർക്കാൻ. അങ്ങനെ നമുക്ക് ഏത് കാര്യവും 2-3 രൂപത്തിൽ പറയാൻ പറ്റും. അതിലേറ്റവും സോഫ്റ്റായ കോർണറിലാണ് നമ്മളെപ്പോഴും പറയേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അല്യനന്നാസ് വർഫഖന്നാസ്, സോഫ്റ്റായ ആളാണ്. നമ്മളെ ജീവിതമേ സോഫ്റ്റ് ആവണം. റമദാൻ അല്ലാത്തൊരു കാലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്, സ്നാക്സ് വിതരണം ചെയ്യുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ട് വിതരണം ചെയ്യുക, ഒരു ശബ്ദ കോലാഹലങ്ങളില്ലാതെ, പ്രഭാഷണത്തിനോ പരിപാടി ദുആ സമ്മേളനത്തിനോ ഒരഭംഗിയും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ആ പരിപാടിയൊക്കെ നടത്തേണ്ടത്. കണ്ടോ, അങ്ങനെയാണ്. അല്ലാതെ എടുക്കൂ, ഈ ജഗഭോഗ്യമൊന്നും ഇസ്ലാമല്ല ശരിക്കും പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരത്തുള്ള ഒരാളെ എങ്ങനെയാണ് വിളിക്കുക? ഒന്നുകിൽ തങ്ങൾ തന്നെ അയാളുടെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ഒരാളെ വിട്ടിട്ട് പറയും ആ അബ്ദുല്ലാനൊന്ന് വിളിച്ചാട്ടെ. ഒച്ചപ്പാടുകളില്ലാത്ത മദീന. ഈ കൾച്ചറാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരേണ്ടത്. ഒരു ഗ്ലാസ് നമ്മൾ മേശപ്പുറത്ത് വെക്കുന്നതും ശബ്ദം കുറച്ചിട്ടായിരിക്കണം. അപ്പോൾ ബാത്റൂമിൻ്റെ ആണെങ്കിലും ബെഡ്റൂമിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും ഡോറൊക്കെ അടക്കുന്നത് മെല്ലെയാണ്. ഇന്നത്തെ ഈ പ്രഭാഷണം ശരിക്കും ക്ലിക്കായിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയൻസ് മുഴുവനും വാട്ട് ഇസ് എ ഡേ ഓഫ് ടുഡേ? സൺഡേ, ദെൻ മൺഡേ, ട്യൂസ്ഡേ, ഒരു വെനസ്ഡേ വരെ നിങ്ങളൊക്കെ കാറിൻ്റെ ഡോർ അടക്കുന്നത് അടയൂല. ഉസ്താദിൻ്റെ ആ ക്ലാസ്സിന് ശേഷം ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ പതിയെ നമ്മുടെ ലൈഫിലേക്ക് ഒരു സോഫ്റ്റ്നെസ് രൂപപ്പെടും. അങ്ങനെയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും തുറച്ചു നോക്കാറില്ല. ആരെയും ഇന്ന് വരെ ഒരാളെയും തുറച്ചു നോക്കിയിട്ടില്ല. ഒരാളെ കണ്ണെപ്പോഴും ഒരു ഇങ്ങനെ താഴേക്കുള്ള ഒരു നോട്ടം. ജസ്റ്റ് ഒരാളെയും എന്താ പറയുക തുറച്ചു നോക്കണ പരിപാടിയില്ല. നമ്മളൊക്കെ നാട്ടിൽ കാണുന്നില്ലേ, ഒരാളെങ്ങാനും മസ്ബൂക്കായാലും എല്ലാവരും നോക്കും. അയാൾക്ക് തന്നെ തോന്നും എൻ്റെ തുണിക്കെന്തോ ഓട്ടയായിട്ടുണ്ട്, ഇതെന്താ എല്ലാവരും പാടും നോക്കണം. മൗലിദിൻ്റെ സദസ്സിലെങ്ങാനും ഒരാൾ പകുതിക്ക് ആയാസമാനമല്ല ഇതിൻ്റെ ഘട്ടത്തിലെങ്ങാനും വന്നാൽ നേരത്തെ വന്ന ആൾക്ക് ചില ആളുടെ നോട്ടത്തിൽ 2 കിഡ്നിയും ഫെയിലായി പോകും. വളരെ വൃത്തികേടാണ്. സ്വലാത്തും ദിക്റൊന്നും കൊണ്ട് നടന്നാൽ പോരാ, ലൈഫിൽ തഖല്ലഖു, ഈ കൾച്ചർ രൂപപ്പെടണം. അതാണ് മഹബത്തിൻ്റെ കാതലെന്ന് ഷറഹു സ്വലാത്തി സുഗ്റ എന്ന ഗ്രന്ഥത്തിൽ ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ചിലർക്കത് പ്രകൃതിയാ കിട്ടും, ചിലർ നേടിയെടുക്കണമെന്നാണ് ഗസാലി ഇമാം ഇഹിയയിൽ പറയുന്നത്. നമ്മളെ സ്വഭാവം നന്നാക്കാൻ 3 മാർഗങ്ങളാണ് മനാഹിജുൽ അഖ്ലാഖു സനിയ നിർദ്ദേശിക്കുന്നത്. അഥവാ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇമാം ഫാക്കിഹി റഹിമഹുള്ളയുടെ കിതാബാണത്.
ഒന്ന്, അർത്ഥം അറിഞ്ഞ ദിക്റില്ല, ചൊല്ലുന്ന ദിക്റിൻ്റെ ഒക്കെ അർത്ഥം അറിഞ്ഞ് മര്യാദകൾ പാലിച്ചിട്ട് ചൊല്ലുക, അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് ചൊല്ലുക. രണ്ട്, ഇമാം ഗസാലി റഹ്മഹുല്ലയുടെ മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബ് മുതാലയ്യ, അറിയാത്തവരാണെങ്കിൽ ഉസ്താദുമാരെ കൊണ്ട് അതൊന്ന് ദർസിൽ ഇരുന്ന് പഠിക്കുക. തഖസ്സുസിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ക്ലാസ്സിൽ, കാമിൽ സഖാഫിക്ക് പഠിക്കുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ പ്രിയപ്പെട്ട ചെർഷോൽ ഉസ്താദാണ് നമ്മുടെ ക്ലാസ് ഉസ്താദ്. അന്ന് ഉസ്താദ് തന്ന വസിയത്ത് ഇടയ്ക്കിടെ മിൻഹാജുൽ ആബിദീൻ മുതാലയാണെന്ന്. അത് വല്ലാത്ത മൂർച്ചയുള്ള അക്ഷരങ്ങളാണ്. ഗസാലി ഇമാം വല്ലാത്തൊരു മുവഫഖാണ്. ഗസാലി ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ മിൻഹാജുൽ ആബിദീൻ വല്ലാത്ത ശക്തിയുള്ള പദങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. മൂന്നാമത്തെ, നമ്മുടെ സ്വഭാവം ശരിയാവാൻ നല്ല കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടണം. ചൂടന്മാരോടൊപ്പം കൂട്ടുകൂടരുത്. ദേഷ്യം പിടിക്കുന്നവരോടൊപ്പം അല്ല നമ്മൾ കൂട്ടുകൂടേണ്ടത്. നമ്മൾ ഒരാളെ കൂട്ടുകാരനാക്കേണ്ടതിൻ്റെ മാനദണ്ഡം ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല അവിടുത്തെ ഹിക്കമിൽ പറയുന്നുണ്ട്. നീ അവനെ കണ്ടാൽ തന്നെ അള്ളാഹിനെ ഓർമ്മിക്കണം. അയാളുടെ സംസാരവും അയാളുടെ ഇടപെടലുകളും എപ്പോഴും നിനക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. അതാ വേണ്ടത്. അതാണ് കൂട്ടുകാരൻ്റെ മാനദണ്ഡം. പുതിയ റെസ്റ്റോറൻറ്റും ഒരു മന്തി കഴിച്ചിന് മദ് ലാസിം, ഇതല്ല നമ്മുടെ കൂട്ടുകാരുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഉഖ്റവിയായ ചിന്ത തരുന്ന ആശയങ്ങൾ, അതാണ് ഒരു കൂട്ടുകാരൻ്റെ മാനദണ്ഡമാക്കേണ്ടത്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ ഒന്നാമത്തത് കവാടം, ദേഷ്യം പിടിക്കുന്നതിൻ്റെ കവാടമെങ്ങാനും ഓപ്പണായി കിട്ടിയാൽ ഇബ്ലീസും സൈന്യവും കയറി പറ്റും. പിന്നെ അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ്, പിന്നെ ഏത് മാസം റമദാനല്ലേ ഏത് മാസത്തിലായാലും ഈ വിരിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ. ദേഷ്യം പിടിക്കരുത് ആരോടും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ഈ ദേഷ്യം പിടിച്ചിട്ട് എന്താ ചെയ്യണത്. ദേഷ്യം പിടിച്ചിനോന്ന് ആർക്കും മനസ്സിലാവരുത് എന്നാണ് വൽക്കാലിമീനൽ ഗൈൽ എൻ്റെ താല്പര്യം. ഞാൻ എന്നാ ദേഷ്യം പിടിക്കരുത് എന്നുള്ള വയത് കേട്ടോണ്ട് ഞാൻ ഒന്ന് ചെയ്യുന്ന അങ്ങനല്ല. ദേഷ്യം പിടിച്ചിനോന്ന് തന്നെ ആർക്കും മനസ്സിലാവാൻ പാടില്ല എന്ന് ആർക്കും മനസ്സിലാവും. ശരിക്കും ഈ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തെറ്റേതാ? എല്ലാ രാത്രിയും അവലോകന മീറ്റിംഗ് ഉണ്ടാവും. ഇബ്ലീസ് സൈന്യത്തിനെ കൂട്ടിയിട്ട് നീ എന്താ ചെയ്യിപ്പിച്ചത്? എന്ത്? ഒരാളെ കൊണ്ട് കള്ളു പിടിപ്പിച്ചു. വല്ല കാര്യം രാവിലെ തന്നെ സൂട്ടും കോട്ടുമായിട്ട് ഇറങ്ങിയിട്ട് കള്ളു പിടിപ്പ് പോയതായിരിക്കും. നീ എന്താ ചെയ്ത? എന്ത്? വ്യഭിചരിപ്പിച്ചു. വല്ല കാര്യം. നീയോ? മോശം. എന്ത്? ജ്വല്ലറിയാ. ഈ എന്ത്? ഒരാളെ ഭാര്യയും ഭർത്താവും തമ്മിൽ ത്വലാഖ് ലഭിച്ച് തെറ്റിപ്പിച്ചു. യെസ്, യു ഹാവ് ഗോട്ട് ഫസ്റ്റ് പ്രൈസ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടതാണ് ബന്ധം തെറ്റിക്കൽ. ബന്ധം തെറ്റിക്കൽ, ബന്ധം തെറ്റിക്കുക, ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമാണ്. മസ്ലഹത്തിന് ഇത്രയും കൂലി കിട്ടാനുള്ള കാരണം തന്നെ എന്താ? രണ്ട് മുഅ്മിനീങ്ങൾ ബന്ധമുണ്ടായാൽ ഖൈറുകൾ അവിടെ ഒരുപാട് നടക്കും. അതുകൊണ്ടാണ് വിവാഹത്തിന് സഹായിച്ചാൽ ഏറ്റവും കൂടുതൽ കൂലി ഓഫർ ചെയ്യപ്പെടുന്നത്. അൽ അൻവാർ ഫിയാദാബി സുഹബത്തിൽ അഖ്യാറിൽ ഷെഹറാനി ഇമാം പറയുന്നുണ്ട്. ഏപ്രിൽ 5-ന് ദേവർഷോൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം നടക്കുന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മൾ സഹായിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും അവിടെ പരിപാടി നടക്കും. നമുക്കെന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയ ഹൈറായിരിക്കും എന്നിടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബന്ധം തെറ്റിക്കരുത്. ശരിക്കും ഇബ്ലീസിന് ഡ്യൂട്ടി ഓവറായതുകൊണ്ട് തന്നെ ജിന്ന് വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല സ്റ്റാഫ് ഉണ്ടാവുക, മനുഷ്യരിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പെരുന്നാൾ സീസണൊക്കെ ആയാൽ ടെക്സ്റ്റൈൽസ് ഷോപ്പിലൊക്കെ കുറച്ചാൾ അധികം സ്റ്റാഫാക്കും ഡ്രസ്സ് മടക്കി വെക്കാൻ, അല്ലേ? അതാണ് മിനൽ ജിന്നത്തി. അറിയില്ലേ? ആയത്തറിയില്ലേ? മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരും ഉണ്ടാവും ബന്ധം തെറ്റിക്കുക. നമ്മൾ ഒരു വോയിസും ഒരാളുമായി ബന്ധം തെറ്റിക്കുന്ന ഒന്നും നമ്മൾ മിണ്ടരുത്. ഇപ്പൊ നാട്ടിലൊരു ത്വലാഖ് കടന്നു, അതെന്താ കാരണം? നമ്മൾ അന്വേഷിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? അവർ കമ്മിറ്റിയിൽ നിന്ന് പോയി, അതുകൊണ്ട് നമുക്ക് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടാതെ ജീവിക്കാൻ പറ്റണം. ബന്ധം തെറ്റുന്ന ഒരു വർത്താനം പറയരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വഹാബത്തിനോട് കൊടുത്ത ഉപദേശങ്ങൾ ആരെക്കുറിച്ച് എനിക്ക് നെഗറ്റീവ് പറഞ്ഞു തരാൻ പാടില്ല. അങ്ങനെ പറഞ്ഞെന്നാൽ പിന്നെ അയാളെ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് എൻ്റെ ഓർമ്മയിലുണ്ടാവുക. അത് വേണ്ട. എനിക്കെല്ലാവരും നല്ല തെളിഞ്ഞ മനസ്സോടെ കാണണം. അതാണ് എനിക്കിഷ്ടം. കണ്ടോ?
അതുകൊണ്ട് ഒരാളെയും ബന്ധം തെറ്റി. മനുഷ്യനിലും ഉണ്ടാവും ഇബ്ലീസിൻ്റെ പണിയെടുക്കുന്നവർ. മിനൽ ജിന്നത്തി വന്നാസ്. അത് ചിലപ്പം ഇണയായിരിക്കും. ഇണ ഭർത്താവ് തെറ്റിയതിനനുസരിച്ച് ഭാര്യ കൂട്ടുവെക്കരുത്. ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. കരുണയുടെ പത്തിൽ കരുണ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് ഉള്ള ഏറ്റവും നല്ല ഓഫറാണ് ഉമ്മമാരെ. ആരാണ് ആ പെണ്ണ്? ഖാമത്ത്. ആ പെണ്ണ് രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റു, എന്നിട്ട് ഭർത്താവിനെയും കൂടി വിളിക്കുകയാണ്. ഇത് തഹജ്ജുദിൽ മാത്രം ഖാസായ കാര്യമൊന്നുമല്ല കേട്ടോ. ത്വീബി ഇമാമിൻ്റെ വാക്ക് ഈ ഹദീസ് വിശദീകരണത്തിൽ ഫൈലുൽ ഖദീറിൽ അത് കാണാൻ പറ്റും. ഏത് ഇബാദത്തും ഭർത്താവും കൂടി ചെയ്യണം എന്നാ ഭാര്യ വിചാരിക്കേണ്ടത്. അല്ലാതെ ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് കൂട്ടുകയല്ല വേണ്ടത്. അങ്ങനെ കൂട്ടു നിന്നാൽ അവർക്കാണ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അബൂലഹബിൻ്റെ ഭാര്യയായ ഉമ്മു ജമീലയാവും എന്ന ദുർഗതിയാണ് അവർക്കുണ്ടാവുക. ശരിക്ക് ഈ സൂറത്ത് ഇറങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സൂറത്ത് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ ദഅവത്ത് വളരെ രഹസ്യമായി ആരംഭിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വാൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, തങ്ങളുടെ കുടുംബത്തെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തി വിഷയം ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചുണർത്തി തങ്ങളങ്ങ് വയലു പറയാൻ തുടങ്ങി. അപ്പോൾ അബൂലഹബ് തങ്ങൾക്കെതിരെ ആക്ഷേപമായിട്ട് വന്നു. ഓരോ ഗോത്രത്തെ ഓരോ ഗ്രൂപ്പിന് ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അബൂലഹബ് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിക്കുന്നത്? ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. എന്താ മീറ്റിങ്ങിൻ്റെ അജണ്ട എല്ലാം പുറത്ത് ആദ്യം പറയണമെന്നൊന്നുമില്ല. ചില മീറ്റിങ്ങിൽ ഫിസിക്കലി വന്നിട്ട് പറയേണ്ട അജണ്ടകളൊക്കെ ഉണ്ടാവും. എന്തിനാ വിളിക്കുന്നത്? ഫഹദർ അൻ തകൂന അബാലഹബ്. അബൂലഹബ് ഒരു പേര്, ഒരു വ്യക്തിയുടെ പേരല്ല. നമ്മൾ ഓരോരുത്തരും അബൂലഹബ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ വായിക്കാൻ പറ്റും. അബൂലഹബിന്റെ മെയിൻ പ്രശ്നം എന്താ? അബൂലഹബിന് നന്നാവാനുള്ള 10 സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് റസൂലുള്ളാഹിന്റെ കുടുംബം, നല്ല മക്കള്, നല്ല സമ്പത്ത്, നല്ല ഭാര്യ, ഇങ്ങനെ 10 കാര്യങ്ങൾ എണ്ണി വെക്കുന്നുണ്ട് മുഫസ്സിറുകൾ. എന്നിട്ടും ഈ ചാൻസ് ഈ ചങ്ങായി ഉപയോഗിക്കാതെ കെട്ടുപോയ ആളാണ് ചങ്ങായി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചു. അപ്പൊ നബവിയായ ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓൻ അബൂലഹബാവും. നബിയുടെ ഗുണമുള്ള ഏതൊക്കെ ഗുണങ്ങളുണ്ടോ ഇൽമിന്റെ അഹ്ലുകാർ, നബി തങ്ങളുടെ ഗുണമാണ് കാന ആലമന്നാസ്, സ്വതക്ക നന്നായി ചെയ്യുന്ന പ്രമാണിമാർ, കാന അജ്വദന്നാസ്. ഇൽമിന്റെ അഹ്ലുകാരെ അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുന്നവരെ, ദുനിയാവിനോട് താല്പര്യമില്ലാതെ ഉഹ്റവിയായ ചിന്തകളിൽ നടക്കുന്നവരെ ആക്ഷേപിച്ചാൽ ഫഹ്ദർ അൻ തകൂന അബാലഹബ്, നീയും അബൂലഹബായി മാറും. നമ്മളൊക്കെ അബൂലഹബാവുന്നുണ്ടോ എന്ന് പേടിക്കണം. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. കുറേ ഉസ്താദുമാരുമായിട്ട് കൂടുതൽ ഇടപെട്ട് കാലം കഴിയുമ്പോൾ ഉസ്താദുമാരെ വില അങ്ങനെ നഷ്ടപ്പെടും. മനസ്സെന്ന് പേടിക്കണം. ഇന്ന ഷാനിയൊക്കെ ഹുവല്ല അബുത്തർന്ന, നബിയെ തങ്ങൾ ആക്ഷേപിച്ചവൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. ആസുബിന് വായിലാണ് നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺമക്കളൊക്കെ വഫാത്തായപ്പോൾ അഡ്രസ്സ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ട്രോൾ ചെയ്തു. അയാൾക്ക് അഡ്രസ്സ് ഇല്ല. ലോകം മുഴുവനും തങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞ് തങ്ങൾക്കുള്ള അഡ്രസ്സ് കൊടുത്തു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, നബി തങ്ങളുടെ ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓനിക്കും അഡ്രസ്സ് ഉണ്ടാവില്ല. എല്ലാം വഹാബിയായിട്ട് ഈ ചങ്ങായി മരിച്ചു. മക്കൾ മൊത്തം വഹാബി, അതുകൊണ്ട് ആരും അഡ്രസ്സും ഉണ്ടാവില്ല, ഒരു ദുആ ഉണ്ടാവില്ല, ഒരു തൽഖീനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മിണ്ടാതിരുന്നോളണം. നമ്മളെ നാവുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലൊക്കെ കയറി ഇടപെടാനൊന്നും പറ്റൂല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഫഹദർ അൻ തകൂന അബാലഹബ്, അബൂലഹബാവുന്നത് പേടിക്കണം. നബവിയായ ഗുണമുള്ള ഒരാളെയും നമ്മൾ തൊടരുത്. എല്ലാ മനുഷ്യന്മാർക്കും നബിയുടെ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. മിണ്ടാണ്ടെന്നാ മതി. ആ പരിപാടിക്ക് നമ്മൾ പോയി. ഈ അബൂലഹബ് ഈ തെറ്റൊക്കെ ചെയ്തപ്പോൾ ഉമ്മു ജമീലക്ക് മാറി നിന്ന് ഞാൻ ഇതിനൊന്നും ഇല്ലാന്ന് പറയാമായിരുന്നു. പക്ഷേ ഉമ്മു ജമീല അതിന് നിൽക്കാതെ അബൂലഹബിന്റെ കൂടെ കൂടി. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അതുകൊണ്ടാണ് ഓൻ്റെ കെട്ടിയോൾ എന്ന പ്രയോഗം നടത്തിയത്. ശരിക്ക് നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അബൂലഹബിൻ്റെ കുഞ്ഞത്തലമോ, എൻ്റെ ഒറിജിനൽ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. പിന്നെ ആ ബിംബാരാധനൻ്റെ ഖുർആൻ നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓൻ്റെ കുഞ്ഞത്തലമിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് പോയത് അബൂലഹബ്. അങ്ങനെ അബൂലഹബ് ചങ്ങായിൻ്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഉമ്മു ജമീല എന്നുള്ള കുഞ്ഞത്തലം തന്നെയാണ് ഈ പെണ്ണിൻ്റെ പേരും പറയേണ്ടത്. പിന്നെന്താ ഉമ്മു ജമീല എന്ന് പറയാതെ ആൻഡ് ഹിസ് വൈഫ് എന്ന പ്രയോഗം നടത്തിയത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പെണ്ണിനെ ആക്ഷേപിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റാണ്.
ആക്ഷേപിക്കുന്ന കോണ്ടാക്സ്റ്റിൽ സൗന്ദര്യവതിയായ പെണ്ണ് എന്ന് പറയുന്നിടത്തൊരു സുഖക്കുറവുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനും എല്ലാം നന്നായി ഓതി പഠിക്കുന്ന അതവുള്ള പ്രിയപ്പെട്ട ആ മോന് തോറ്റിരിക്കുന്നു എന്നാരും പറയും? അത് പറയൂലല്ലോ. വളരെ സൗന്ദര്യവതിയായ പെണ്ണ് അങ്ങനെ പറയൂലല്ലോ. ആ പെണ്ണിനെ ആക്ഷേപിക്കുന്ന കോണ്ടാക്സ്റ്റിൽ ആ പെണ്ണിൻ്റെ പേര് നല്ല പേര് നമുക്ക് പറയൂല. അതൊരു സാഹിതീയ പ്രയോഗമാണ്. ഇപ്പോൾ അതൊന്നും വിശദീകരിക്കാനുള്ള നേരമില്ല. ശരിക്കും ഉമ്മു ജമീലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് തെറ്റിന് കൂട്ടുന്നുള്ളതാണ്. ഭർത്താക്കന്മാരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കുക അല്ലാതെ പോറ് പറയുമ്പോൾ ഞാനെന്താ ചെയ്യുക എന്ന് വിചാരിക്കുകയല്ല വേണ്ട എന്ന് വിചാരിക്കുക. അപ്പം നമുക്കൊരു മുഖദ്ദറായ സുആലുണ്ടാവും. അതൊക്കെ നമുക്ക് നടക്കോന്നോ? ഇതേ ഖുർആൻ തന്നെ നമുക്ക് പരിചയമുള്ള സൂറത്ത് അതാ സൂറത്തു തഹരീം, മുൽക്ക് സൂറത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള സൂറത്താണ്. ആ സൂറത്തിലില്ലേ ലറബല്ലാഹു മസലൻ, ഒരു പെണ്ണുങ്ങളെ ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് ആ പെണ്ണുങ്ങൾ? ആസിയ ബീവി. ഫിറൗൻ എല്ലാ തെറ്റിനും മുന്നിൽ നിന്നപ്പോൾ ഇല്ല, ഞാൻ അങ്ങോട്ടേക്കില്ല, ഞാനില്ല, മെഹറം ഇല്ലാണ്ട് ഇങ്ങ് എത്ര ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല. എത്ര പ്രാവശ്യം നിങ്ങളോട് സോഫ്റ്റിൽ പറയേണ്ടത്? ഹറാമിന് കൂട്ടുക്കാൻ ഐ ക്യാൻറ്റ്, എന്നെ കൊണ്ട് കഴിയൂല. ആസിയ ബീവി നെഞ്ചു കൊടന്നില്ലേ? ഫിറൗന് 4 ആണി എടുത്തിട്ട് കാലിനും കൈക്ക് അടിച്ചു കയറ്റി. ഫിറൗന ദില്ലൗത്താത്, ചോര ചിതറിപ്പോയി. അപ്പം മഹദി പറഞ്ഞത് റബ്ബി ബിനിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന, സഹിക്കാം, സ്വർഗത്തിൽ നിൻ്റെ അടുത്തൊരു പോരാ. സ്വർഗത്തിൽ പോരാ കുറേയൊക്കെ കിട്ടും, അത് പോരാ, നിൻ്റെ അടുത്ത് വേണം. അതുകൊണ്ടാണ് അള്ളാൻ്റെ റസൂലിനെ പുതിയാപ്പിളയാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് അങ്ങനെ തന്നെ ഒരു വീട് കൊടുത്തത്. അതാണ് ത്രിക്കല്യാണം നടക്കുന്നത്. ഭർത്താവിൻ്റെ കുടുംബത്തിലെ തെറ്റിന് കൂട്ടുക്കാനൊന്നും നമ്മൾ നിൽക്കരുത്. അങ്ങനെ ചുറ്റുവട്ടത്ത് കുറേ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് നമ്മുടെ നെഞ്ചൂക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ആരെന്ത് ചെയ്താലും നമ്മൾ നെഞ്ചൂക്കോടുകൂടി നെഞ്ചു വിരിച്ച് തെറ്റിനെതിരെ പോരാടാൻ നമുക്ക് കഴിയണം. അതല്ലേ നമ്മുടെ ഉസ്താദുമാരുടെ ഏറ്റവും വലിയ പവർ തന്നെ. ഇറങ്ങിപ്പോരുന്ന സമയത്ത് താജുൽ ഉലമ പറഞ്ഞൊരു വാക്കാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തി എന്ന് കൻസുൽ ഉലമ ഉസ്താദ് പലപ്പോഴും ദർസിൽ പറയാറുണ്ട്.